ഹായ് ഹലോ രാജു വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അമ്മോട് രണ്ടാമത്തെ ആഴ്ചത്തെ ഒന്നാമത്തെ ആഴ്ചപ്പോൾ അമ്മ പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ എല്ലാവരും ചെയ്യേണ്ട വിചാരിക്കുന്നു. ഹെയർ കെയർ എന്ന് പറഞ്ഞാൽ ഹെയർ ഗ്രോത്ത്, ഹെയർ ലോങ് ഹെയർ എന്ത് വേണമെങ്കിലും അത്രയും പവർഫുൾ ആയിട്ടോ അമ്മ പറഞ്ഞു തരുന്നത്. ഇതിപ്പോൾ അമ്മ രണ്ടാമത്തെ ആഴ്ച പറഞ്ഞു തന്നു. രണ്ടാമത്തെ ആഴ്ച അമ്മ പറയുമ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ചില കുട്ടികൾ പുതുതായിട്ട് കാണുകൊണ്ടാണ് നിങ്ങൾക്ക് വിരസത തോന്നുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് എങ്ങനെ വെച്ചാൽ അങ്ങനെ കാണാൻ ഇപ്പൊ സൗകര്യം ഉണ്ടല്ലോ, എല്ലാവരും അറിവുള്ളവരല്ലേ കേട്ടോ. അതുകൊണ്ട് അമ്മ ഇഷ്ടമുള്ളവരൊക്കെ ആകുമ്പോൾ ശബ്ദം കേട്ടോട്ടെ കണ്ടോട്ടെ അല്ലേ. അല്ലാത്തവര് സ്കിപ്പ് ചെയ്യുക എന്തേലുമൊക്കെ ചെയ്തോളൂ കേട്ടോ. പക്ഷെ പറയേണ്ടത് പറയാതിരുന്നാൽ എന്താ വലിച്ചു നീട്ടാതെ തള്ളേന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമായിരുന്നു. വലിച്ചു നീട്ടല്ലല്ലോ കുട്ടികളെ, ചിലവർക്ക് മനസ്സിലാവണില്ല. അമ്മ ഒന്ന് വിശദമായിട്ട് പറഞ്ഞൂടെ, ലോങ് വീഡിയോ ഇടുന്നൊക്കെ ഷോർട്സ് പറയുമ്പോൾ കുട്ടികൾ പറയണ്ട. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാട്ടോ അമ്മ അങ്ങനെയും വിശദമായിട്ട് പറഞ്ഞ. ഒന്നും കരുതരുത്, സ്നേഹം കൊണ്ടാണേ, ഒന്നും അബദ്ധം ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ട്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ആഴ്ച കേട്ടോ. ഒന്നാമത്തെ ആഴ്ച നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ അമ്മ 2-3 പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലത്തെ ഏതാച്ചാ നിങ്ങൾ ചെയ്യുക. ഇത് രണ്ടാമത്തെ ആഴ്ച അമ്മ പറയുന്നത് എന്നത്തെയും പോലെ രാവിലെ എണീറ്റ് വഴിക്ക് തന്നെ നമ്മൾ ഉലുവ നമുക്ക് നല്ലതാണ്. നമ്മളെ മുടി വളർച്ചയ്ക്ക് ഉലുവ നല്ല നമ്മളെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നെല്ലിക്കയും കറിവേപ്പിലയും കൂടി ജ്യൂസ് അടിച്ച് കുടിച്ചാലും നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇഞ്ചിയും ഒരു കഷ്ണം എന്താ പറയുക തേങ്ങ, ഒരു പിടി കറിവേപ്പില, ഒരു 4-5 കറിവേപ്പില ചെറിയ ജാറിൽ അടിച്ചിട്ട് അതിന്റെ ജ്യൂസ് കുടിച്ചാലും നമ്മളെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് നല്ലതാട്ടോ. അതുപോലെ നട്ട്സുകള് നമുക്ക് എന്തൊക്കെ സാധിക്കുക എന്നുള്ളത് എല്ലാവർക്കും എല്ലാതും സാധിക്കില്ല അല്ലെ. ഫ്രൂട്ട്സുകള്, നട്ട്സുകള്, അതുപോലെ തന്നെ നമ്മളുടെ ചെറുപയർ മുളപ്പിച്ചത്, വെള്ളക്കടല, അങ്ങനെയുള്ളതും, പിന്നെ അതുപോലെ കക്കരിക്ക, തക്കാളി, ഉള്ളി, ഇതൊക്കെ പാടെ ഒരു സലാഡ് ഉണ്ടാക്കി കഴിക്കുക. ഇതൊക്കെ നമ്മളെ മുടി വളർച്ച അകത്തേക്ക് നമ്മൾ ഈ ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം കേട്ടോ. പിന്നെ വെള്ളം കൂടി എന്തായാലും നമുക്ക് ഡീഹൈഡ്രേറ്റ് ആയ മുടി പൊട്ടിപ്പോകും. മുടി ഒരു ഭംഗിയില്ലാത്ത മുടിയായി വരും. കാരണം തലപ്പൊക്കെ സ്പ്ലിറ്റന്റ് വരും, തലപ്പൊക്കെ പൊട്ടി. അതുപോലെ തന്നെ മുടി ഒരു ചെമ്പൻ കളറൊക്കെ സ്വാഭാവികമാണ് കേട്ടോ. മുടിയുടെ കളറൊക്കെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണവും. പിന്നെ മുട്ടയുടെ മുട്ട ഫുള്ളായിട്ട് കഴിച്ചാൽ ചിലവർക്ക് പ്രായം പോകുമ്പോൾ കൊളസ്ട്രോൾ എന്ന് പേടിച്ചിട്ടാട്ടോ. അല്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞയ്ക്ക് ഒരു കുഴപ്പമില്ല, നമ്മളെ കണ്ണിനൊക്കെ നല്ലതാ മുട്ടയുടെ മഞ്ഞക്കൊരു. അപ്പൊ മുട്ടയുടെ വെള്ളയെങ്കിലും എല്ലാവരും കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇനി വലിച്ചു നീട്ടാതെ നമ്മ കാര്യത്തിലേക്ക് വരികയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അമ്മ ഇതാ പറയാൻ പോണു. നമ്മൾ ആദ്യം തന്നെ എണീറ്റ വഴിക്ക് നമ്മൾ മുടിയിലെ കെട്ടൊക്കെ കളഞ്ഞിട്ട് ശേഷം, കെട്ടൊക്കെ കൈകൊണ്ട് കളഞ്ഞതിന്റെ ശേഷം ഇങ്ങനെ ഒരു ചീർപ്പുകൊണ്ട് ചീന്തി വയ്ക്കുക. ചീന്തി വൃത്തിയാക്കിയതിന്റെ ശേഷം നമ്മൾ കണ്ടോ അമ്മ തേക്കണത് കരിഞ്ജീരക എണ്ണയാണ്. കാണാത്തവരൊക്കെ കാണണം കേട്ടോ നമ്മുടെ കരിഞ്ജീരക എണ്ണയുടെ. അമ്മ കരിഞ്ജീരക എണ്ണ ചെയ്ത വീഡിയോ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. അത് നിങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനത്തെ എണ്ണ ഉണ്ടാക്കിക്കോളൂ, നല്ലതാണ് മുടിക്ക്. ഒന്നല്ല, അമ്മയ്ക്ക് പനിച്ചിട്ട് മുടി ഒന്ന് കൊഴിഞ്ഞപ്പോൾ മുടി കൊഴിച്ചിൽ മാറാൻ ഏറെ സഹായിച്ചു കരിഞ്ജീരകം കറിവേപ്പിലൊക്കെ ഇട്ടുള്ള എണ്ണ കേട്ടോ. അപ്പൊ നിങ്ങളും എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ ഇത് നമ്മൾ കാണണം. ആ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് എങ്ങനെ എണ്ണ നീരിറക്കണം, എങ്ങനെ ഞാൻ കാച്ചണം എന്നുള്ളത് കണ്ടിട്ട് അതേപോലെ മൂപ്പൊക്കെ പാകത്തിന്. അപ്പോൾ ഈ എണ്ണ നമ്മൾ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ കയ്യിലിട്ടിട്ടും ചൂടാക്കാമ്മ കെട്ടൊക്കെ കളഞ്ഞു വെച്ച മുടിയാണ് കേട്ടോ. അപ്പൊ ഇന്നലെ അമ്മ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടാ, ഇപ്പൊ ഇന്നലെ എന്തോ തലമുടിയിലൊന്ന് തേച്ചല്ലോ, എന്തോ മുടിയിൽ ഒത്തിരി അത്ര എണ്ണ ഇല്ല നമ്മുടെ മുടിയിൽ. അപ്പൊ ഒരുപാട് എണ്ണ നിങ്ങൾ ആരും തേക്കണ്ട കേട്ടോ. പാകതയിലൊരു എണ്ണ എല്ലാവരും തേക്കുക. കണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ തലപ്പ് വരേക്ക് എണ്ണ തേക്കുക. ഞാനിപ്പോ ഒന്ന് തേച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. ആരും സ്കിപ്പ് ചെയ്യരുത്, ഈ ഭാഗം കാണാതിരിക്കുക. അപ്പൊ എണ്ണ തേക്കാതെ ചെയ്യാൻ പറ്റുമെന്ന് കരുതും ചിലവരല്ലേ നമ്മൾ ചെയ്യണ സംഭവം. അപ്പൊ എണ്ണ തേക്കാതെ ആരും ചെയ്യരുത് കേട്ടോ. അപ്പൊ പിന്നെ ഇനി അമ്മ ഒരു സംഭവം ഒന്നും നമ്മൾ ഉണ്ടാക്കണ പേക്ക് എന്താന്ന് കാണിച്ചു തരണ്ട. അതിന്റെ മുന്നേ അമ്മ പറയാണ് ഈ കണ്ണട ഉരട്ടെ. ഇത് നമ്മളെ വെർജിൻ കോക്കനട്ട് ഓയിലാണ്. കണ്ടല്ലോ, ഇത് നമ്മൾ മുഖത്ത് തേച്ചാൽ നമ്മളെ മുഖത്തെ ചുളിവുകളൊക്കെ പോയി മുഖം നന്നായി വെളുത്ത് സൂര്യനെ പോലെ തിളങ്ങും കേട്ടോ. അമ്മയ്ക്ക് അബദ്ധം പറ്റിയപ്പോ കുറച്ച് ദിവസം അമ്മയ്ക്ക് പനിയൊക്കെ ആയപ്പോ അമ്മ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കാൻ അമ്മയ്ക്ക് പറ്റിയില്ല. അത് കാരണം അമ്മ ഇരുണ്ടു പോയി. എല്ലാരും ചോദിക്കുന്നു എന്തങ്ങനെ ഇരുണ്ടാന്ന്. അപ്പൊ എനിക്ക് സത്യത്തിൽ അറിയാം എന്തുകൊണ്ടാ ഇരുണ്ടാന്ന്. ദോശമാവും നമ്മള് മനസ്സിലായല്ലോ, എനിക്ക് സുഖമില്ലാതെ ഇപ്പൊ നമ്മൾ ഗോതമ്പ് കൊണ്ട് ദോശ, അങ്ങനെ പുട്ട്, ഇതൊക്കെ ആയിരുന്നു കേട്ടോ പലഹാരം. ഇഡ്ലിക്കും ദോശയ്ക്കും അരക്കൽ കുറവായി ഇവിടെ. അപ്പൊ അതുകൊണ്ട് ദോശമാവ് തേക്കാനും പറ്റുന്നില്ല. ഈ ദോശമാവും നമ്മളെ മുഖം നന്നായി വെളുക്കും. വെർജിൻ കോക്കനട്ട് ഓയിലും സ്ഥിരമായിട്ട് തേക്കാട്ടോ. ഇനി വെർജിൻ കോക്കനട്ട് ഓയിൽ തേച്ചിന്റെ മുകളില് നമ്മൾ ദോശമാവ് തേക്കാം, ഒരു കുഴപ്പമില്ല. ഇത് നിങ്ങൾ ചെയ്തിട്ട്, ഞാൻ നാളെ ഒരു മസാജ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ മസാജ് നിങ്ങൾ ശരിക്കും ചെയ്യണം കേട്ടോ. ഇത് നമ്മളെ മസാജിന്റെ വീഡിയോ അല്ലാത്തതുകൊണ്ട് അമ്മ ഇങ്ങനെ തേക്കണമെന്ന് മാത്രമേ കാണിച്ചു തരുള്ളൂ. അപ്പൊ നിങ്ങളിത് എല്ലായിടത്തും കൂടി മുഖത്തും കയ്യിലും കാലിലും നമുക്ക് എല്ലായിടത്തും കൂടി തേക്കണമെങ്കിൽ ഈ എണ്ണ ഭയങ്കര വില വാങ്ങുമ്പോ. അമ്മ വീട്ടിൽ കാച്ചിയതാ കൊണ്ട് അമ്മ
കുറച്ചൊക്കെ തേക്കുന്നാലും കാലിൽ തേക്കണില്ല. കാരണം ഇത് എല്ലായിടത്തും കൂടി തേക്കണമെങ്കിൽ നമുക്ക് എത്തില്ല. ഇതൊരു 200 കണ്ടോ ml എണ്ണ കിട്ടിയപ്പോഴേക്കും കുറച്ചൊക്കെ തേങ്ങ ബുദ്ധിമുട്ടേണ്ടി വരുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ മുഖത്ത് ഇത് തേച്ചോളും കേട്ടോ. എല്ലാവരും നല്ല വെളുത്ത് സൂര്യനെ പോലെ തിളങ്ങും എല്ലാവരും. ഇത് നല്ല കുളുക്കനെ തേക്കണം കേട്ടോ, വല്ലാതെ കമ്മിയായിട്ട് തേക്കണ്ട. കയ്യിലിട്ട് ഒന്ന് ചൂടാക്കിയിട്ടൊക്കെ. ഞാൻ വീഡിയോ ലോങ് ആവുക വിചാരിച്ചിട്ട് അത്രയൊന്നും പറയുന്നില്ല കേട്ടോ, വേഗം പറഞ്ഞു പോവുകയാണ്. അപ്പൊ ഇതിന്റെ നമ്മളിപ്പോ മുഖത്തിന്റെ അല്ലല്ലോ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത്, നമ്മൾ മുടിയുടെ അല്ലേ. അപ്പൊ നമ്മൾ 2ാമത്തെ ആഴ്ചയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണം, എല്ലാരും ശ്രദ്ധിക്കണം. അപ്പൊ നമ്മളിങ്ങനെ എണ്ണ എല്ലായിടത്തും കൂടി തേക്കുന്നു. പിന്നെ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ? ഇനി നമുക്ക് പേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. എന്താണ് പേക്കെന്ന് ഇനി ഞാൻ കാണിച്ചു തരാം. നമ്മൾ അതിനായിട്ട് ഇപ്പൊ അടുപ്പത്ത് വെച്ചെണ്ണ കണ്ടോ, അങ്ങനെ 1 കപ്പ് വെള്ളം പാർന്നോട്ട്. അതിൽ ഓൾറെഡി ഇനി 1 കപ്പും കൂടി 2 കപ്പ് വെള്ളം പാരണം. കണ്ടില്ലേ? ഇനി നമുക്ക് വേണ്ടത് കുതിർന്ന ഉലുവ കേട്ടോ. ഉലുവ കുതിർത്താൻ വെച്ചോളൂ. തലേ ദിവസം രാത്രി കുതിർത്തി ഉലുവ കണ്ടല്ലോ, തോനുണ്ടായിരുന്നു. വേണ്ടത് ഇടാം നമുക്ക്. പിന്നെ 1 സ്പൂൺ ഉലുവ അളവില് കണ്ടോ, കൈകൊണ്ട് ഞാൻ എടുത്തിട്ടെന്ന് മാത്രം. 1 സ്പൂൺ അളവില് ഉലുവ കണ്ടോ. ഇനി 1 സ്പൂൺ അളവില് നമ്മളെ പച്ചരി ഞാൻ കാണിച്ചു തരാം, അതും കുതിർത്തിയതാട്ടോ. അത് ഞാൻ ഇപ്പൊ കുതിർത്താട്ടിട്ടേ ഉള്ളൂ, കഴുകിയിട്ടൊരു അരമണിക്കൂറായിട്ടേ ഉള്ളൂ പച്ചരി. ഇനി കുതിർത്തിയാലും കുതിർത്തിയില്ലെങ്കിലും പച്ചരി വേണം കേട്ടോ. നമ്മളെ മുടി വളർച്ച ഒരുപാട് സഹായിക്കുന്നുണ്ട് നമ്മളെ പച്ചരി തിളച്ച വെള്ളം കേട്ടോ. ഇത് നമ്മൾ ചിലവരുണ്ടല്ലോ കഴുകിയിട്ട് കുറച്ചു നേരം വെച്ചിട്ടുള്ള ആ വെള്ളവും നല്ലതാണ്. പക്ഷെ ഞാനിത് കുതിർത്തിയിട്ട് നമ്മൾ തിളപ്പിച്ചിട്ടാണെന്ന് മാത്രം. ഇനി കണ്ടോ, ഫ്ലാക്സ് സീഡ് ഒക്കെ ഒരേ അളവിലെടുത്താൽ മതി. കണ്ടല്ലോ, ഇതും നമ്മളെ മുടി വളർച്ചയെ നല്ല പെട്ടെന്ന് ആക്കൂട്ടോ. നമ്മളെ മുടി നല്ല മിനുസം വെക്കും, വളരും, എല്ലാം ചെയ്യും നമ്മളെ ഫ്ലാക്സ് സീഡ് കേട്ടോ. 1 സ്പൂണ് അത് കുറച്ച് അധികം ഇട്ടോളൂ കണ്ടോ, 1 സ്പൂണ്. ഇനി നമുക്ക് വേണ്ടതേ കരിഞ്ജീരകമാണ് കേട്ടോ. അത് നമുക്ക് 1 സ്പൂൺ ഇട്ടാൽ മതി കണ്ടോ, 1 സ്പൂണ്. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് തിളക്കട്ടെ. പിന്നെ ഇത് ഞാൻ പറയാം, ഇപ്പൊ തന്നെ ഞാൻ പറയാണ്, ഇത് നല്ലോണം കുറച്ച് ഒരു 2-3 മിനിറ്റ് 4 മിനിറ്റ് എങ്കിലും ഇത് തിളയ്ക്കണം കേട്ടോ. ഇതിന്റെ സത്തൊക്കെ ഒന്ന് ഇതിലേക്കിന്റെ ഇറങ്ങണം. അയച്ചിട്ട് ഇപ്പൊ കഞ്ഞിര വെള്ളം ആവണം എന്നില്ല. ഇതിലത്തെ അരിയൊക്കെ ഒന്നും കൂടി നല്ലോണം ഒരു ഹാഫ് കുക്ക്, മനസ്സിലായില്ലേ അരിയുടെ? അതാണ് അതിന്റെ അളവ് കേട്ടോ. അങ്ങനെ ഇതൊന്ന് താവണം. നമുക്ക് ഇത്ര തന്നെ വെള്ളമൊന്നും വേണ്ടല്ലോ മുടിയിലേക്ക്. അപ്പൊ ഇതൊന്ന് കുറുകണം. അപ്പൊ ഇനി ഇത് ലോങ് വീഡിയോ ആകും വെച്ചിട്ടാട്ടോ. ഇത് ഞാൻ കുറുകിയിട്ട് ഇനി നിങ്ങൾക്ക് ഏതുവരെ കുറുകിന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ഇതൊരു 6 മിനിറ്റ് ഒക്കെ തിളച്ചു കേട്ടോ. ഇപ്പൊ അരിയൊക്കെ കുറുകി വന്നു, അരിയൊക്കെ ഹാഫ് കുക്കായി, വെള്ളമൊക്കെ കുറുകി വന്നു. ഇനി നമ്മളിത് ഓഫ് ചെയ്യാണ് കേട്ടോ. ഇതിനി ഞാൻ ഒന്ന് വല്ലാതെ തണുക്കണതിന്റെ മുന്നേ ഊറ്റി വെക്കും കേട്ടോ. അപ്പൊ ഇനി ഊറ്റേണ്ടത് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നില്ലല്ലോ. അപ്പൊ ഞാനിത് ഊറ്റിയിട്ട് പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മള് ഈ പേക്ക് നന്നായിട്ട് അരിച്ചു കേട്ടോ. അപ്പോൾ തണുത്തു. അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിക്കുക. കണ്ടോ, ഞാൻ ഇതിനൊരു പിന്നോണ്ടൊരു തുളയൊക്കെ ഇട്ടിട്ടാണേ. കണ്ട, ഒന്ന് മതി കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളേ തണുക്കണേൻ്റെ മുന്നേ അരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് അരിക്കാൻ പറ്റില്ല. കാരണം ഇത് പിന്നെ കൊഴുന്നനെയാവും. കണ്ടതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ നിങ്ങൾ? അപ്പോൾ നമുക്ക് തോന്നുമ്പോൾ ഇത് ലൂസായിട്ടായിരിക്കണം തോന്നിയിരുന്നു. കണ്ട, ഇതിങ്ങനെ കൊഴുത്തിട്ടായി. എന്താ വെച്ചാൽ നമ്മളെ മുടി വളർച്ച, നമ്മളെ തലയോട്ടിയിൽ രക്തയോട്ടം കൂട്ടും, മുടി വളർച്ച പെട്ടെന്ന് ആക്കാനൊക്കെ ഉള്ള ഹെയർ പാക്കാണ്. കാരണം നമ്മളെ ഉലുവ, പിന്നെ കരിഞ്ജീരകം, ഏതേതാണോ നമ്മളെ മുടി വളർച്ചയ്ക്ക് യോജിതന്നില്ല പെട്ടെന്ന്. പിന്നെ മുടിയിഴകൾ നല്ല മിനുസുള്ളതാവും നമ്മുടെ ഫ്ലാക്സ് സീഡ് കൊണ്ടേ. നല്ല ചന്തമുള്ള മുടിയായി വരും ഇത് സ്ഥിരം തേച്ച് കഴിഞ്ഞാൽ. നല്ല കുളിർമുള്ള മുടി വരും. പിന്നെ അതേപോലെ തന്നെ നല്ല കറുപ്പ് കളർ കിട്ടും നമ്മളെ ഫ്ലാക്സ് സീഡ്. മെലാനിനൊക്കെ കൂടും കേട്ടോ. അപ്പൊ അതൊക്കെ കമ്മി കാരണമാണല്ലോ നമ്മളെ മുടിയിഴകൾ ഇങ്ങനെ നരച്ചു വരുന്നത്. അപ്പൊ നമുക്കൊരു പ്രായം ആവണേന്റെ മുന്നേ നിങ്ങൾ ഈ ഫ്ലാക്സ് സീഡൊക്കെ ഡെയിലി അതിൻ്റെയൊക്കെ ഒരു പാക്ക് ഇടാൻ ശ്രമിക്കണം കേട്ടോ. ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഇട്ട് പിന്നെ ഒരു മുടി പോലും നമ്മളെ പിന്നെ നരച്ചുകൊണ്ട് വരില്ല. മുഴുവന് വേര് മുതൽ അടി വരെ കറുത്ത് വരും. നമ്മൾ സ്ഥിരം ഇത് തേക്കണം, മനസ്സിലായില്ലേ? ഇത് മുടി കറക്കാനും കൂടി ഉള്ളൊരു പാക്കാണ് കേട്ടോ. നമ്മളെ എല്ലാവർക്കും നന്നായി മുടി നല്ല വളർച്ചയും കിട്ടും, നന്നായി കറുത്ത് വരും ചെയ്യും, നല്ല മിനുസുള്ള മുടിയാവും, പൊട്ടിപ്പോവില്ല, എല്ലാം അതിനും നല്ലതാ. അപ്പൊ ഇനി ഇത് നമുക്ക് മുടിയിൽ തേക്കാം. അപ്പൊ എണ്ണയൊക്കെ തൊട്ട് വരട്ടണം കേട്ടോ എല്ലാവരും. അതിനാണ് ഞാൻ എണ്ണ തേക്കുന്നതൊക്കെ കാണിച്ചേ. കണ്ടോ, ഇനി ഇത് നിങ്ങള് സാധാരണത്തെ പോലെ തന്നെ കണ്ടോ, ഇത്തിരി കൊഴുപ്പുള്ള സാധനമാണ്. ഇതേ തേച്ച വഴിക്ക് നിങ്ങൾ കഴുകി കളയരുത് കേട്ടോ. കണ്ണടയിലേക്ക് കൈ കണ്ടല്ലോ, എന്താണ് കണ്ണടയൊക്കെ വെച്ച മൈക്കയിലേക്കും ആവും. അപ്പൊ ഇത് നിങ്ങളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് മുടിയിൽ വെക്കണം കേട്ടോ. എന്നിട്ട് കഴുകി കളയാവുള്ളൂ നോർമൽ വെള്ളത്തിൽ. ഇതിന് ആരും ഷാമ്പൂ ഒന്നും ചെയ്യരുത് കേട്ടോ. ഇത് നോർമൽ വെള്ളത്തിൽ കഴുകി കളഞ്ഞില്ലെങ്കിൽ നമ്മളെ മുടി രസമില്ലാത്ത മുടിയായി വരിക ചെയ്യുക. ഇത് തേച്ചാൽ പിന്നെ നമുക്ക് ഒരു ഷാമ്പൂവിന്റെ ആവശ്യമില്ല കേട്ടോ. മുടിയുടെ തലയോട്ടിയൊക്കെ നല്ല ക്ലീൻ ആവാനുള്ളതാണ് നമ്മളിപ്പോൾ ഈ ഉപയോഗിച്ച എല്ലാതും ഇതിൽ കേട്ടോ.
തലയോട്ടി നന്നായി ക്ലീൻ ആവും. ഇനി ഇത് ഞാനൊന്ന് കുമ്പിട്ട് നിന്നിട്ടും കൂടി തേക്കട്ടെ. നമ്മള് മുടിയിലൊക്കെ തേച്ച് വൃത്തിയാക്കി തേച്ചു കേട്ടോ. ഇനി ഒരു 20 മിനിറ്റ് ഞാൻ നിൽക്കും, എന്നിട്ടേ ഞാൻ കുളിക്കുള്ളൂ. അപ്പൊ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് ഞാൻ വന്നിട്ട് മുടിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്നും കൂടി പറഞ്ഞു തരാം. ഓക്കെ, ഇനി ഞാൻ കുളിക്കാൻ ഒരു 20 മിനിറ്റ് എന്തെങ്കിലും അടുക്കളയിൽ ഇച്ചിരി പണിയൊക്കെ എടുക്കട്ടെ കേട്ടോ. അപ്പൊ എന്താ, അമ്മ കുളിച്ചൊക്കെ വന്നു. 20 മിനിറ്റ് നേരം മുടിയിൽ വെച്ചിട്ടാണ് അമ്മ കുളിച്ചത്. അപ്പൊ ഇങ്ങനെ ഇതിപ്പോ 2ാമത്തെ ആഴ്ചയാണ് അമ്മ പറയുന്നത് കേട്ടോ. ഇത് ഹെയർ ഗ്രോത്ത് ചലഞ്ച് എന്ന് വേണമെങ്കിൽ, ഹെയർ കെയർ ചലഞ്ച്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിശേഷിപ്പിക്കാം. മുടി നന്നായിട്ട് കറുത്ത് പുകഞ്ഞ് തളച്ച് നന്നായിട്ട് നീളത്തിൽ വളരും. അമ്മ അതിനുള്ള ടിപ്പുകളാണ് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തരുന്നത്. ഇതിപ്പോ അമ്മ ഇന്ന് കാണിച്ചത് നിങ്ങൾ കണ്ടില്ലേ. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ 3 ദിവസം ചെയ്യാം. അത് എന്താ വെച്ചാല് 2 ദിവസം ആയാലും കുഴപ്പമില്ല കേട്ടോ. 3 ദിവസം വേണമെന്നില്ല, 2 ദിവസം ആയാലും കുഴപ്പമില്ല. ഇനി ആഴ്ചയിൽ ഇത് 1 ദിവസം ചെയ്യാനേ സാധിക്കുന്നുള്ളൂ വെച്ചാൽ എന്നാലും കുഴപ്പമില്ല. ഈ സംഭവം നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഒരു ചെറിയൊരു ഗ്ലാസ് ജാറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. തേക്കണതിന്റെ ഒരു 10-20 മിനിറ്റ് മുന്നേ പുറത്തേക്ക് വെക്കുക. തണുപ്പിൽ നിങ്ങൾ തേക്കരുത്, തണുപ്പ് കളയാൻ. ഇനി അല്ല, ഒന്ന് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ എണ്ണ ചൂടാക്കാറില്ലേ, തിളച്ച വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് അത് ലൈറ്റ് ചൂടാക്കിയിട്ട് അടുത്ത് ലൈറ്റ് ചൂടുണ്ടോ ഇല്ലേ ചോദിച്ചാൽ അങ്ങനെ ചൂട് വേണ്ട, ലൈറ്റ് പോലെ, എന്നിട്ട് അത് അങ്ങനെ തേച്ചാലും മതി കേട്ടോ. നിങ്ങൾക്ക് അന്നന്ന് ഉണ്ടാക്കാൻ സാധിക്കാത്തവര് 3 ദിവസം തേക്കണം എന്നുള്ളവര്, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം വെച്ചാൽ അങ്ങനെ ഒരു കുഴപ്പമില്ല. ഒരു ദിവസം ആണെങ്കിലും മുടി വളരുന്നുണ്ട്. ആഴ്ചയിൽ 1 ദിവസം ഇത് ചെയ്താലും മുടി നന്നായി വളരും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ പക്ഷേ എന്ന് നമ്മൾ 4ാമത്തെ ദിവസം എന്ത് ചെയ്യണം, ഒരു പാക്ക് ഇടണം. 3 ദിവസം ഇത് തുടർച്ചയായി ചെയ്യണവർ അങ്ങനെ ചെയ്തോളൂ. ഒരു ദിവസം ആണെങ്കിൽ അങ്ങനെ, 1.5 ദിവസങ്ങളിലാണ് അങ്ങനെ, എന്തായാലും വേണ്ട ഒരു പാക്കും കൂടി നമ്മൾ ചെയ്യണം. അതിന് നിങ്ങൾക്ക് സൗകര്യം എന്താ വെച്ചാൽ ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിയുടെ ഇല ഇതൊക്കെ അരച്ചിട്ട് നിങ്ങൾ പിഴിഞ്ഞിട്ട് അതിൽ കുറച്ച് നാളികേരപ്പാല് മുടിയിൽ തേച്ചിട്ട് അങ്ങനെ അതും കൂടി ആയിട്ട് ചെമ്പരത്തിയിലും ചെമ്പരത്തിപ്പൂവും നന്നായിട്ട് അരയ്ക്കുക. എന്നിട്ട് പിഴിഞ്ഞിട്ട് കുറച്ച് നാളികേരപ്പാൽ അല്ലെങ്കിൽ നാളികേരം കൂട്ടി അരയ്ക്കുക. എന്നിട്ട് അത് ടൈറ്റിലല്ലേ അത് നിങ്ങൾ പാക്കാക്കി ഇട്ടാൽ മതി. എങ്കിലും നല്ലതാണ് കേട്ടോ. എല്ലാ പാക്ക് പോലെ തന്നെ ചെമ്പരത്തി നമ്മളെ മുടിക്ക് ഏറ്റവും നല്ലതാണ്. അപ്പൊ നിങ്ങൾ 4ാമത്തെ ദിവസം അങ്ങനെ ചെയ്യുക. 5ാമത്തെ ദിവസം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് എണ്ണ ഇളം ചൂടാക്കിയതിന്റെ ശേഷം, അപ്പൊ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ടുള്ള എണ്ണ നിങ്ങൾ മുടിയിൽ തേച്ചിട്ട് നല്ല എന്താ പറയുക, ഇവിടുന്ന് സ്കാൽപ്പ് മുതൽ മുടിയുടെ തലപ്പ് വരെ തേച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നല്ലൊരു ഷാമ്പു ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, 1ാമത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ നേരിട്ട് ഡയറക്റ്റ് തലയിൽ തേക്കരുത്, വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് തേക്കണം. അല്ലെങ്കിൽ നിങ്ങൾ താളി തേച്ചാൽ മതി, അല്ലെങ്കിൽ താളിയിൽ ഒരു 2 ഷാമ്പു തേച്ചാൽ മതി. ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യാം. പിന്നെ 6ാമത്തെ ദിവസം നിങ്ങൾ സാധാ കുളി, പിന്നെ സാധാരണ നിങ്ങൾ ഇതേപോലെ പാക്ക്. അപ്പൊ ഞാൻ അടുത്ത ആഴ്ച അടുത്ത പാക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ 2 ആഴ്ചയിലാകുമ്പോൾ പറയണം, ഇനി 3ാമത്തെ ആഴ്ച പറഞ്ഞു തരണ്ടേ. അപ്പോൾ ഇനി എന്താ, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.